ങ്ങളിൽ നിന്നുള്ള 286 പേരുമായി ബന്ധപ്പെട്ട 119 കുറ്റങ്ങൾ ഇയാൾ സമ്മതിച്ചു. ഇയാൾ അതിക്രമം കാണിച്ച പെൺകുട്ടികളിൽ 3 പേർ 16 വയസ്സ് തികയാത്തവരാണ് എന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. വീട്ടുകാർക്ക് അവരുടെ മെസ്സേജുകളും ചിത്രങ്ങളും അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാണ് ഇയാൾ പെൺകുട്ടികളെ പല സമയങ്ങളിലായിട്ട് അതിക്രമത്തിന് ഇരയാക്കിയത് എന്നും പെർത്ത് കോടതി പറയുന്നു. 15കാരനായി നടിച്ച് കുട്ടികളെ ഓൺലൈനിൽ സമീപിക്കുകയും തൻ്റെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുക്കുകയും അവരുടെ വിശ്വാസം നേടുന്നതിനായി ആദ്യം സാധാരണ പോലെയുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് മറ്റ് ചില ചിത്രങ്ങൾ അയക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. 15കാരൻ എന്ന വിശ്വാസത്തിൽ പല പെൺകുട്ടികളും ചിത്രങ്ങൾ അയച്ചു കൊടുത്തു. പിന്നീട് ഇയാൾ ചിത്രങ്ങളും സ്ക്രീൻഷോട്ടുകളും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തൻ്റെ ഡിമാൻഡുകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇന്ന ദിവസത്തിനുള്ളിൽ ഈ സമയത്തിനുള്ളിൽ താൻ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുമെന്ന് ഇയാൾ പറഞ്ഞതായും കോടതി പറയുന്നു. അതുപോലെ മാനസികമായി തകർന്നിരിക്കുന്ന കുട്ടികളെയാണ് ഇയാൾ പലപ്പോഴും ലക്ഷ്യം വെച്ചത് എന്ന് പറയുന്നു. സോഷ്യൽ മീഡിയയിലൂടെ പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് ഉപദ്രവിക്കുന്ന ഒരാൾ ഓസ്ട്രേലിയയിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്നതായി ആദ്യം അറിയിച്ചത് ഇന്റർപോളും അമേരിക്കയിലെ പോലീസുമാണ്. അവർ ബന്ധപ്പെട്ടതിനെ തുടർന്ന് 2021 ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസും റഷീദിനെതിരെ ആദ്യം കുറ്റം ചുമത്തി. പെർത്ത് പാർക്കിൽ 2 വ്യത്യസ്ത അവസരങ്ങളിലായി 14 വയസ്സുള്ള കുട്ടിയെ കാറിൽ വെച്ച് ലൈംഗികമായി ദുരുപയോഗം ചെയ്ത കുറ്റത്തിന് 5 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് നിലവിൽ ഇയാൾ. എന്തൊക്കെ രീതിയിലാണ് ആളുകൾ ഈ ലൈംഗിക അതിക്രമത്തിന് വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകളാണ് തുറന്നു വെച്ചിട്ടുള്ളത് അല്ലേ? നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് ആൾക്കാർ കമന്റ് ബോക്സിൽ വന്നിട്ട് പല രൂപത്തിലും വേണ്ടാത്ത രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ തുടർന്ന് വന്നിട്ടുണ്ട്. എന്തായാലും ആവട്ടെ, അവർക്കൊക്കെ മറുപടി പറയാൻ വന്നു കഴിഞ്ഞാൽ അതിനുള്ള നേരം തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ? പവർ ഗ്രൂപ്പ്, ഓ എന്നാ നീ അങ്ങോട്ട് പൊക്കോ, അതാ നല്ലത് അല്ലേ? എന്തായാലും അവർക്കൊക്കെ മറുപടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിനുള്ള നേരെ ഉണ്ടാവുള്ളൂ. കാരണം യാതൊരുവിധ ഒരു വിവരവുമില്ലാത്ത ഒരു സംസ്കാര പൊതുബോധവുമില്ലാത്ത രീതിയിലുള്ള കമൻസുകളും വളിച്ച വിറ്റുകളും ഒക്കെയാണ് എഴുതിവിടുന്നത്. എന്തായാലും മലയാളികളുടെ സംസ്കാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇവരൊക്കെ ഓരോ കമൻറ്റുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇവർക്കൊക്കെ മറുപടി പറയാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മളും അവരെ പോലെ തന്നെ തരം താഴ്ന്ന ആ ഒരു കൂട്ടത്തിലായി മാറുകയാണ്. ഇപ്പോൾ 30 വർഷം മുമ്പ് ഒരു ദേശീയ വനത്തിൽ സഹോദരങ്ങൾ ക്യാമ്പ് ചെയ്തിരിക്കെ കോളേജിലെ പുതുമുഖ വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തുകയും കൊലപാതകത്തിനിരയായ പെൺകുട്ടിയുടെ മൂത്ത സഹോദരിയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്ത കുറ്റത്തിന് ഫ്ലോറിഡക്കരനായ ലോറൻ കോളിന്റെ വധശിക്ഷ വ്യാഴാഴ്ച നടപ്പാക്കി. 57കാരനായ ലോറൻ കോളിന്റെ സിരകളിലേക്ക് മാരകമായ വിഷമിശ്രിതം കുത്തിവെച്ചു. വൈകുന്നേരം 6:15 മരണം സ്ഥിരീകരിച്ചു. 1994 18 വയസ്സുള്ള വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയതിന് ഫ്ലോറിഡ സ്റ്റേറ്റ് ജയിലിൽ ബലാത്സംഗ കേസിൽ 2 ജീവപര്യന്തം തടവ് അനുഭവിക്കുകയായിരുന്നു കോൾ. കോളിന് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല സാർ എന്ന് അദ്ദേഹം പറഞ്ഞു. കോളും സുഹൃത്തും വില്യം പോളും ഒക്കാല നാഷണൽ ഫോറസ്റ്റിലെ 2 കോളേജ് വിദ്യാർത്ഥികളുമായി സൗഹൃദം സ്ഥാപിച്ചതായി കോടതി രേഖകൾ കാണിക്കുന്നു. തീപിടുത്തത്തെ കുറിച്ച് സംസാരിച്ച ശേഷം പുരുഷന്മാർ സഹോദരങ്ങളെ ഒരു കുളം കാണാൻ കൊണ്ടുപോകാൻ വാഗ്ദാനം ചെയ്തു. ക്യാമ്പ് സൈറ്റിൽ നിന്ന് അകലെയായിരിക്കെ കോളും പോളും ഇരകളെ ചാടിക്കൊള്ളയടിച്ചതായി രേഖകൾ പറയുന്നു.
ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്ന 18 വയസ്സുള്ള സഹോദരനെ മർദ്ദിക്കുകയും കഴുത്തറത്ത് കാട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. എക്കാർഡ് കോളേജിലെ സീനിയറായ 21 വയസ്സുള്ള അവൻ്റെ സഹോദരിയെ തിരികെ ക്യാമ്പ് സൈറ്റിലേക്ക് കൊണ്ടുപോയി അവിടെ അവളെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്തു. രാത്രിയിൽ യുവതിയെ മരത്തിൽ കെട്ടിയിട്ട് അടുത്ത ദിവസം വീണ്ടും ബലാത്സംഗം ചെയ്തു. ഒടുവിൽ അവൾ സ്വയം മോചിതയായി. സഹായത്തിനായി ഒരു ഡ്രൈവറെ ഫ്ലാഗ് ഡൗൺ ചെയ്തു. കോടതി രേഖകൾ പ്രകാരം അവളുടെ സഹോദരന്റെ മൃതദേഹം നിലത്ത് തല കീഴായി കിടക്കുന്നതായി പോലീസ് കണ്ടെത്തി. പോൾ കോളും ഫസ്റ്റ് ഡിഗ്രി കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ടവരാണ്. പോൾ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു. ഗവർണർ റോൺ സിസാൻഡിസ് കഴിഞ്ഞ മാസം കോളിന്റെ മരണ വാറണ്ടിൽ ഒപ്പുവെച്ചു. 1996 റാവോൺ സ്മിത്തിനെ കൊലപ്പെടുത്തിയതിന് കഴിഞ്ഞ ഒക്ടോബറിൽ മൈക്കൽ സാക്കിനെ വധിച്ചതിന് ശേഷം ഫ്ലോറിഡയിൽ ആദ്യമായാണ് വധശിക്ഷ നടപ്പാക്കുന്നത്. കോളിന്റെ അന്തിമ അപ്പീൽ US സുപ്രീം കോടതി വ്യാഴാഴ്ച നേരത്തെ തള്ളിയിരുന്നു. വധശിക്ഷ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. കോൾ ഒരു സർക്കാർ റിഫോം സ്കൂളിലെ അന്തേവാസിയായിരുന്നു. അവിടെ ഇദ്ദേഹത്തെയും മറ്റ് ആൺകുട്ടികളെയും മർദ്ദിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. ദുരുപയോഗത്തിന് ശേഷം സംസ്ഥാനം ക്ഷമാപണം നടത്തി. ഇപ്പോൾ അടച്ചുപൂട്ടിയ പരിഷ്കരണ സ്കൂളിലെ അന്തേവാസികൾക്ക് നഷ്ടപരിഹാരം അനുവദിക്കുന്ന നിയമം ഈ വർഷം പാസാക്കി. കോളിന് മാനസിക രോഗവും മസ്തിഷ്ക ക്ഷതം പാർക്കിൻസൺസ് രോഗവും ഉള്ളതിനാൽ അദ്ദേഹത്തെ വധിക്കരുതെന്നും അഭിഭാഷകർ വാദിച്ചു. ഏതൊക്കെ രീതിയിലാണ് ഓരോ ബലാത്സംഗ കേസുകളും അതുപോലെ തന്നെ കൊലപാതകങ്ങളും അരങ്ങേറുന്നത് അല്ലേ? ഇന്നത്തെ ന്യൂസുകളിൽ ഞാൻ പരിധി നോക്കുമ്പോൾ പല രൂപത്തിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ബലാത്സംഗങ്ങൾ നടന്നിട്ടുള്ളത്. ചടയമംഗലത്ത് 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ 22-കാരൻ അറസ്റ്റിൽ. കായംകുളം കീരിക്കാട് സ്വദേശി വിനോയാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പ്രതി പീഡിപ്പിക്കുകയായിരുന്നു. 2 മാസം മുൻപാണ് 16-കാരിയെ വിനോയ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നത്. നിരന്തരമുള്ള ചാറ്റിലൂടെ പ്രണയത്തിലാവുകയായിരുന്നു. തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ അമ്മ വിവരം സ്കൂളിൽ അറിയിച്ചു. സ്കൂൾ അധികൃതർ കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കി. ഇതിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. തുടർന്ന് ചടയമംഗലം പോലീസ് പരാതി നൽകി പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. പിന്നാലെ കായംകുളത്തെ വീട്ടിൽ നിന്നും പ്രതിയെ പിടികൂടുകയായിരുന്നു. പോക്സോ കേസ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസ് എടുത്തത്. ഈ സംഭവങ്ങളൊക്കെ വായിക്കുന്ന സമയം ഇന്ന് നമ്മുടെ കേരളക്കരയിൽ ഏറ്റവും വലിയ നാട്യക്കേസായിട്ട് നിൽക്കുന്നത് സിനിമാ നടന്മാർക്കെതിരെ ആ ഒരു ലൈംഗിക ആരോപണം നടത്തിയ ആ ഒരു സംഭവമാണ്. ഇന്ന് നടൻ സിദ്ദീഖിന്റെ ആ ഒരു ഹോട്ടലിൽ വെച്ചുള്ള ആ ഒരു സംഭവത്തെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായിട്ട് തന്നെ ആ ഒരു ബംഗാൾ നടി അവർ ആ ഹോട്ടലിൽ വന്നതും അതുപോലെ തന്നെ അവിടെ നടന്ന സംഭവങ്ങളും കൃത്യമായിട്ടുള്ള എവിഡൻസോട് കൂടി നടൻ സിദ്ദീഖിനെതിരെ കേസ് ഇനി സ്ട്രോങ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ രഞ്ജിത്തും. നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമമാണ്. നമ്മുടെ ഉമ്മവെങ്ങന്മാർക്കൊന്നും വഴിയിലൂടെ ഇനി മനസമാധാനത്തോടെ നടക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒന്നുകൂടെ ആലോചിക്കാൻ തന്നെയുണ്ട് വിഷയങ്ങൾ. കാരണം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ മുൻകാലങ്ങളിലൊക്കെ വളരെ ആ ഒരു നമ്മുടെ നാടല്ലേ, നാട്ടിൻപുറമല്ലേ, നമ്മളറിയുന്ന ആളുകളിലെ എന്നുള്ള ആ ഒരു ചിന്തയിൽ രാവുമില്ല പകലുമില്ലാതെ നമ്മുടെ ഉമ്മ പെങ്ങന്മാരൊക്കെ ജോലി ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് പോകുന്ന ആ ഒരു സ്ഥലങ്ങളിൽ വെച്ചൊക്കെ പ്രലോഭനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ പിടിച്ചു പറിക്കുന്ന രീതിയിലും ഒക്കെയുള്ള ആ ഒരു ബലാത്സംഗ രീതികളും മറ്റുമൊക്കെയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ സഹോദരിമാരോ അതല്ലെങ്കിൽ നമ്മുടെ പെൺമക്കളോ അതല്ലെങ്കിൽ അമ്മയോ ഒക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെവിടെ പോയി എത്ര മണിക്ക് നമ്മുടെ വീട്ടിലെത്തും, അതല്ലെങ്കിൽ
അവരുമായി എപ്പോഴും ചാറ്റിങ്ങിലൂടെ അവർ വരുന്ന സമയം നമ്മുടെ വീട്ടിലെത്തുന്നത് വരെ ലൈവ് ലൊക്കേഷനെങ്കിലും ഇട്ടിട്ട് കൺഫേം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എങ്ങനെയാണ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരുവിധ വ്യക്തവുമല്ല. ചില ആളുകൾ പണ്ടൊക്കെ മഹാരാഷ്ട്രയിലായിരുന്നു ആളുകളെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഓമനി പോലെയുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇന്ന് മഹാരാഷ്ട്രയിൽ ആ വാഹനം നിരോധിച്ചു. ഇപ്പോൾ കേരളത്തിൽ അത് വളരെ അധികം ലഭിക്കാവുന്ന ഒരു വാഹനം തന്നെയാണ്. പിന്നീടുള്ള വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ഇടപിടിക്കുന്ന ആ ഒരു സൈഡിലേക്ക് നീക്കുന്ന രൂപത്തിലുള്ള മറ്റു വാഹനങ്ങളും കേരളത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ കാണുമ്പോൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇട്ടതായിട്ടുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് കടത്തിക്കൊണ്ടുപോയ കേസിൽ 4 പേർ പിടി. ആലുവ കാഞ്ഞൂർ ഭാഗത്തെ മരോട്ടിക്കുടി വീട്ടിൽ ലിൻഡോ, മലപ്പുറം നിലമ്പൂർ കരിമ്പുഴ ഭാഗത്തെ വിശാലിൽ വീട്ടിൽ മുഹമ്മദ് നിവാസ്, മുനമ്പം പള്ളിപ്പുറം ചെറായി ഭാഗത്ത് കല്ലുംതറ വീട്ടിൽ വൈശാഖ്, നായരമ്പലം നെടുങ്ങാട് ഭാഗത്ത് കൊട്ടാരപ്പറമ്പിൽ വീട്ടിൽ അഭിനവ്. എന്തൊരു ഐക്യമാണല്ലോ അല്ലേ. ലിൻഡോ എന്ന് പറയുന്നത്